നമസ്കാരം. പ്രതിരോധ കുതിപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ ഉജ്ജ്വല നീക്കങ്ങളാണ് നടത്തുന്നത്. പ്രതിരോധത്തിൽ ഏതറ്റം വരെയും പോകാൻ ഇന്ത്യക്ക് മടിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ മിന്നും വിജയത്തെ പറ്റിയാണ്. പ്രതിരോധ നിർമ്മാണ മേഖല വമ്പൻ വളർച്ച കൈവരിച്ചു കഴിഞ്ഞു. കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയുടെ ആ ഒരു വളർച്ചാ പാത വികസനം നമുക്ക് വ്യക്തമാകും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 16.8% വളർച്ചയാണ് പ്രതിരോധ മേഖല കൈവരിച്ചതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത് വ്യക്തമായ കണക്കുകൾ നിരത്തിയാണ്. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദന മൂല്യം എക്കാലത്തെയും ഉയർന്ന നിലയിലാണ് എന്നതും എടുത്തു പറയണം. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദന മൂല്യത്തിലെ എക്കാലത്തെയും മികച്ച വളർച്ചയാണ് ഈ ഗണ്യമായ വർധനവ് അടയാളപ്പെടുത്തുന്നത്. പ്രതിരോധ ഉൽപാദനത്തിന്റെ മൊത്തം മൂല്യം മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം 1,26,887 കോടി രൂപയിലെത്തിയെന്ന് പ്രതിരോധ മന്ത്രി എടുത്തു പറഞ്ഞു. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ മേഖലയിൽ 16.8% വർധനയുണ്ടായത് വളരെ സന്തോഷത്തോടെയാണ് രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദന മൂല്യത്തിലെ എക്കാലത്തെയും ഉയർന്ന വളർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വർഷം തോറും പുതിയ നാഴികക്കല്ലുകൾ പിന്നിടുകയാണ്. 2023-24 പ്രതിരോധ ഉൽപാദന മൂല്യത്തിൽ ഇന്ത്യ എക്കാലത്തെയും മികച്ച വളർച്ച നേടിയത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന വസ്തുത തന്നെയാണ്. 2023-24 ഇത് 1,26,887 കോടി രൂപയായി ഉയർന്നു. മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ മികച്ച മെച്ചപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രതിരോധ മന്ത്രി എക്സിൽ കുറിച്ച പോസ്റ്റിൽ പറഞ്ഞത്. ആത്മനിർഭർ ഭാരതും മേക്ക് ഇൻ ഇന്ത്യയും ഓരോ വർഷം കഴിയും തോറും ഉജ്ജ്വലമായ നേട്ടങ്ങളാണ് രാജ്യത്തിന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യ സ്ഥാപനങ്ങളെയും ഇക്കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും പ്രതിരോധ മന്ത്രി ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ ആഗോള പ്രതിരോധ ഉൽപാദക ഹബ്ബാക്കി മാറ്റുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ ഏറെ പ്രിയമേറുന്നു എന്നുള്ളതാണ്. കയറ്റുമതി ഇറക്കുമതി കണക്കുകൾ നോക്കുകയാണെങ്കിൽ കയറ്റുമതിയിലും രാജ്യം ഏറ്റവും മുന്നിൽ തന്നെയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 21,083 കോടി രൂപയുടെ കയറ്റുമതിയാണ് നടത്തിയത്. 32.5% വളർച്ചയാണ് മേഖലയിൽ രേഖപ്പെടുത്തിയത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇത് 15,920 കോടി രൂപ മാത്രമായിരുന്നു. കഴിഞ്ഞ ദശകത്തെ അപേക്ഷിച്ച് പ്രതിരോധ കയറ്റുമതിയിൽ 31 മടങ്ങ് വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ നാഴികക്കല്ലിൽ സംഭാവന നൽകിയതിന് പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അതേപോലെ സ്വകാര്യ മേഖലയും എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയെ ആഗോള പ്രതിരോധ ഉൽപാദന കേന്ദ്രമായി വികസിപ്പിക്കാനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധത വീണ്ടും ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തോടെ 35,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി ഉൾപ്പെടെ 1,75,000 കോടി രൂപയുടെ തദ്ദേശീയ പ്രതിരോധ ഉൽപാദനം കൈവരിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. പല ആഗോള കമ്പനികളും ഇന്ത്യയുമായി നിർണായകമായ പ്രതിരോധ എയ്റോസ്പേസ് അറിവുകൾ പങ്കുവച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. വിതരണ ശൃംഖലയിലേക്ക് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും സംയോജനം ഉൾപ്പെടെ ബിസിനസ് എളുപ്പമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിരവധി നയപരിഷ്കാരങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. 2013-14 അപേക്ഷിച്ച് കഴിഞ്ഞ ദശകത്തിൽ പ്രതിരോധ കയറ്റുമതി 31 മടങ്ങ് വർദ്ധിച്ചതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വലിയ ഊർജം തന്നെയാണ്. പ്രതിരോധ മേഖലയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനായി വേണ്ട പരിഷ്കാരങ്ങൾ നടത്താനും ഇന്ത്യ മുൻപന്തിയിൽ തന്നെയാണ്. മെച്ചപ്പെട്ട ആയുധങ്ങളിൽ ഇറക്കുമതി ചെയ്യുകയും അതേപോലെ തന്നെ കയറ്റുമതിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആവശ്യമെങ്കിൽ കൂടുതൽ വിപുലീകൃത നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നതിലൂടെ ഇന്ത്യ പ്രതിരോധ രംഗത്തെ വളരെയധികം മെച്ചപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മനിർഭർ ഭാരത് എന്ന സങ്കല്പം ഇന്ത്യ ചേർത്തു പിടിക്കുന്നുണ്ട്. സ്വയം ആശ്രയിക്കുക എന്ന സങ്കല്പമാണ് ഇതിന് പിന്നിലുള്ളത്. എന്തായാലും പ്രതിരോധ മേഖലയിലെ കുതിപ്പ് ഇന്ത്യയെ വാനോളം പ്രശസ്തിയിലേക്ക് എത്തിക്കട്ടെ. ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് ലോക മാർക്കറ്റിൽ മികച്ച സ്ഥാനവും ലഭിക്കട്ടെ.